അഭിഷേകം മുടക്കിയതിൽ തനിക്ക് പങ്കില്ലെന്നല്ല, താൻ അതറിഞ്ഞിട്ടേയില്ല എന്ന സത്യം കൗസല്യാമാതാവിനെ അറിയിക്കുന്നു. വസിഷ്ഠമുനിയെയും അരുന്ധതി ദേവിയെയും വധിക്കുമെന്ന് പോലും ഭരതൻ പറയുന്നു. ഭരതനോട് ദോഷമില്ലെന്നു പറഞ്ഞ് കെട്ടിപ്പുണരുന്നു കൗസല്യാദേവി. അപ്പോൾ കണ്ടു നിന്നവർ വാവിട്ടു കരഞ്ഞു. അത് കേട്ട് വസിഷ്ഠൻ ഖേദം മതിയാക്കാൻ അരുൾ ചെയ്യുന്നു. ഒരു പുരുഷായുസ്സിൽ അനുഭവിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായതെല്ലാം അനുഭവിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തിട്ടാണ് മഹാരാജാവ് ഇഹലോകവാസം വെടിഞ്ഞതെന്ന് വസിഷ്ഠൻ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം സ്വർഗത്തിൽ സുഖമായി വസിക്കുന്നു. പിന്നെ എന്തിനു ഖേദിക്കുന്നു? ഇത്തം കരയുന്ന മാതാവ് തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുരമാനസയാകായികിതു കൊണ്ടു മാതാവ് ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിനാൾ കൈകേയിയാകിയ മാതാവേ, ഞാനറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണേ. ഞാനറിഞ്ഞത്രേ യതെങ്കിലോ മാതാവേ, ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങളരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ, ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. ഇത്തം പറഞ്ഞു പുണർന്നു ഗാഢം ഉത്തമാംഗി മുകർന്നാളതു കണ്ടവർ ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. അക്കഥ കേട്ടു വസിഷ്ഠമുനീന്ദ്രനും മന്ത്രിജനത്തോടും അൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും. ഖേദം മതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ, സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ, മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും കൃത്വാ ബഹൂധന ദക്ഷിണയും മുദാ ദത്വാ ത്രിവിഷ്ടഭം ഗത്വാ യഥാസുഖം ലബ്ധ്വാ പുരന്ദരാർദാസനം ദുർലഭം വൃത്രാരിമുഖ്യത്രിദശൗഘ വന്ദ്യനായി ആനന്ദമോടിരിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിയിടുന്നു.